നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് കയ്യാറിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് കവർന്ന 5 പവനോളം സ്വർണം കണ്ടെത്തി. കയ്യാറിലെ ഹോട്ടൽ വ്യാപാരി യൂസഫിന്റെ വീട്ടിൽ നിന്നും കവർച്ച പോയ സ്വർണമാണ് വീടിന് സമീപത്തു നിന്നും കണ്ടെടുത്തത്. സംസ്ഥാന അതിർത്തികളിൽ വ്യാപക കോമ്പിംഗ് ഓപ്പറേഷൻ. 57 വാറന്റ് പ്രതികൾ പിടിയിലായി. കണ്ണൂർ കൂടാളി കുമ്പം ജംഗ്ഷനിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം. ലൈറ്റ് ഡിപ്പ് ചെയ്യാതെ വന്ന കാറിനായി തിരച്ചിൽ. KPCC പുനഃസംഘടന. KPCC പ്രസിഡന്റ് ആരാവണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് AICC ആണെന്ന് മന്ത്രി AP അനിൽകുമാർ. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുന്നുവോ അത് അംഗീകരിക്കുമെന്നും മന്ത്രി. അറിവും സാങ്കേതിക വിദ്യയുമാണ് യുവജനങ്ങളെ കരുത്തുറ്റതാക്കുന്നതെന്ന് കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രി ശ്രീപദ് യശോ നായിക്. ബാലഗോകുലം ഉത്തര കേരളം വാർഷിക സമ്മേളനം സമാപിച്ചു. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ കാസർഗോഡ് സംഘടനാ മണ്ഡലം പ്രശിക്ഷണ മഹാ അഭിയാൻ ദ്വിദിന പഠന ശിബിരം നടന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. വരദരാജപയ്യുടെ 58ാം രക്തസാക്ഷി ദിനം കാസർഗോഡ് സമുചിതമായി ആചരിച്ചു. കാസർഗോഡ് നഗരത്തിൽ പതാക ഉയർത്തലും അനുസ്മരണവും നടന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കയ്യാറിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് കവർന്ന 5 പവനോളം സ്വർണം കണ്ടെത്തി. കയ്യാറിലെ ഹോട്ടൽ വ്യാപാരി യൂസഫിന്റെ വീട്ടിൽ നിന്നും കവർച്ച പോയ സ്വർണമാണ് വീടിന് സമീപത്തു നിന്നും കണ്ടെടുത്തത്. മോഷണത്തിനു പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. കയ്യാറിൽ അടച്ചിട്ട വീട്ടിൽ കുടുംബം സ്വലാത്തിന് പോയ 1 മണിക്കൂർ ഇടവേളയിലാണ് കവർച്ച നടന്നത്. ഞായറാഴ്ച രാത്രിയോടെയാണ് യൂസഫിൻ്റെ ഭാര്യ മൈമൂനയും മക്കളും കയ്യാർ പള്ളിയിൽ സ്വലാത്തിന് പോയത്. വീട് പൂട്ടിപ്പോയ സംഘം 8:30 മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത്. കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്നും വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കവർച്ച ചെയ്തത്. തെളിവെടുപ്പിനായി വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു. ഇവരുടെ പരിശോധനകൾക്ക് പിന്നാലെയാണ് വീടിന് സമീപത്തുള്ള പറമ്പിൽ നിന്നും സ്വർണം കണ്ടെത്തിയത്. കവർച്ചയ്ക്ക് പിന്നിൽ ആരെന്ന് കണ്ടെത്തുവാനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വീടുമായി അടുത്ത ബന്ധമുള്ള ആളുകളായിരിക്കാം മോഷണത്തിന് പിന്നിലെന്ന സംശയവും പോലീസിനുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന അതിർത്തികളിൽ വ്യാപക കോമ്പിംഗ് ഓപ്പറേഷൻ. 57 വാറന്റ് പ്രതികൾ പിടിയിലായി. 12 ലഹരിമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. ക്രമസമാധാന നില തകർക്കുന്നവർക്കും ലഹരി മാഫിയകൾക്കുമെതിരെ ശക്തമായ നടപടികളുമായി പോലീസ്. റേഞ്ച് തലത്തിൽ നടത്തിയ വിപുലമായ രാത്രികാല കോമ്പിംഗ് ഓപ്പറേഷനിൽ നിരവധി കുറ്റവാളികളും ലഹരിമരുന്ന് സംഘങ്ങളും പിടിയിലായി. കഴിഞ്ഞ ദിവസം വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഒരേ സമയം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് നിരവധി പ്രതികൾ പിടിയിലായത്. സംസ്ഥാന അതിർത്തികൾ കേന്ദ്രീകരിച്ച് 14 പ്രധാന പോയിന്റുകളിൽ പൂർണ്ണമായും അതിർത്തികൾ അടച്ചുപൂട്ടിയായിരുന്നു പരിശോധന നടത്തിയത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 336 വാഹനങ്ങൾ ഉൾപ്പെടെ ആകെ 1962 വാഹനങ്ങൾ പോലീസ് സംഘം പരിശോധിച്ചു. സംശയാസ്പദമായ നീക്കങ്ങൾ നിരീക്ഷിക്കുവാൻ 49 മൊബൈൽ പെട്രോളിംഗ് യൂണിറ്റുകളെയും നിയോഗിച്ചിരുന്നു. ലഹരിമരുന്ന് കടത്തും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിൻ്റെ ഭാഗമായി വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ 52 ഹോട്ടലുകളിലും ഹോം സ്റ്റേകളിലും പോലീസ് നേരിട്ടെത്തി പരിശോധന നടത്തി. പൊതുജനങ്ങൾ തടിച്ചുകൂടുന്ന റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് പരിസരങ്ങളും പോലീസിൻ്റെ കർശന നിരീക്ഷണത്തിലായിരുന്നു. വർഷങ്ങളായി നിയമപാലകരെ വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന 7 LP വാറന്റ് പ്രതികളെയും ജാമ്യമില്ലാ വാറന്റ് നിലവിലുണ്ടായിരുന്ന 50 പ്രതികളെയും കോമ്പിംഗ് ഓപ്പറേഷനിലൂടെ പോലീസ് വലയിലാക്കി. കൂടാതെ ഗുണ്ടാ നിയമപ്രകാരം നിരീക്ഷണത്തിലുള്ള 9 വ്യക്തികളുടെ വീടുകളിലും പോലീസ് നേരിട്ടെത്തി പരിശോധന നടത്തി. മുൻകാല കുറ്റവാളികളും സാമൂഹിക വിരുദ്ധരുമായ 25 പേരെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ലഹരിവേട്ടയും മദ്യപിച്ചുള്ള ഡ്രൈവിംഗും ഓപ്പറേഷനിൽ ആകെ 12 മാരക ലഹരിമരുന്ന് കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നു മാത്രം 5 കേസുകൾ പിടികൂടി. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ മദ്യപിച്ച് വാഹനമോടിച്ച 42 പേർക്കെതിരെ കേസെടുത്തു. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട് ചോദ്യം ചെയ്ത 80 പേർക്കെതിരെയും മറ്റ് പ്രാദേശിക നിയമലംഘനങ്ങൾക്ക് 46 പേർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിച്ചു. കുമ്പള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയും പിടിയിലായി. കോമ്പിംഗ് ഓപ്പറേഷനിലൂടെ കുമ്പള പോലീസ് സ്റ്റേഷനിലെ ലഹരി കേസിലെ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ അജാനൂർ തെക്കേപ്പുറം സ്വദേശി ലാവ സമീർ എന്ന സമീർ TMനെയാണ് ഹൊസ്ദുർഗ് പോലീസ് പിടികൂടിയത്. വരും ദിവസങ്ങളിലും കുറ്റവാളികളെയും ലഹരി മാഫിയകളെയും അടിച്ചമർത്തുവാൻ ഇത്തരം കർശനമായ മിന്നൽ പരിശോധനകൾ തുടരുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കണ്ണൂർ കൂടാളികുമ്പം ജംഗ്ഷനിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം. ലൈറ്റ് ഡിപ്പ് ചെയ്യാതെ വന്ന കാറിനായി തിരച്ചിൽ. നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് കാഞ്ഞങ്ങാട് സ്വദേശി ഉൾപ്പെടെ 5 പേരാണ് മരിച്ചത്. കണ്ണൂർ കൂടാളി കുമ്പം ജംഗ്ഷനിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ ലൈറ്റ് ഡിപ്പ് ചെയ്യാതെ ഓവർടേക്ക് ചെയ്തു കയറി അപകടത്തിനിടയാക്കിയ കാർ കണ്ടെത്തുവാനായില്ല. അപകട സ്ഥലത്തിന് 1.5 കിലോമീറ്റർ ഇരു സൈഡിലെയും CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രി 11:20 കൂടാളി പൂവത്തൂർ ജംഗ്ഷനിൽ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് അഴീക്കോട് കോളനി ഗേറ്റിന് സമീപം മന്നത്ത് ഹൗസിൽ ഷാൻ സിറാജ്, കാഞ്ഞങ്ങാട് അരയി കണ്ടംകുട്ടിച്ചാലിൽ മുഹമ്മദ് റിസ്വാൻ, ഉത്തർപ്രദേശ് നോയിഡ സ്വദേശി പരം ഛേത്രി, ഹൈദരാബാദ് സ്വദേശി സാധുരി ഹർഷവർദ്ധൻ, തൃശൂർ പൂങ്കുന്നം സ്വദേശി ആദിത്യ കൃഷ്ണദീപ് എന്നിവർ മരിച്ചത്. സംഭവ സ്ഥലത്തുള്ള 2 CCTVകളിലും കാറിന്റെ ദൃശ്യം വ്യക്തമല്ലാത്തതിനാലാണ് കൂടുതൽ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നത്. സംഭവം പ്രത്യേക കേസായി അന്വേഷിക്കുവാനാണ് പോലീസിന്റെ തീരുമാനം. ഷാനിന്റെ പിതൃ സഹോദരന്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ 5 പേരും ബംഗളൂരിൽ നിന്നും ഇരിട്ടി വഴി കാറിൽ കണ്ണൂർ അഴീക്കോട്ടേക്ക് വരികയായിരുന്നു. ഇറങ്ങി വേഗത്തിൽ വന്ന ഇവരുടെ കാറിന് എതിരെ കയറ്റം കയറി വളവ് തിരിഞ്ഞെത്തിയ കാറിനെ ഓവർടേക്ക് ചെയ്ത് കയറിയ മറ്റൊരു കാർ ലൈറ്റ് ഡിപ്പ് ചെയ്യാതെ മുന്നോട്ട് വന്നതോടെ കാർ ഓടിച്ച പരംചേത്രിക്ക് മുന്നിൽ ഒന്നും കാണുവാൻ സാധിക്കാതെയായി. വാഹനം ഇടതുഭാഗത്തേക്ക് ഒതുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് റോഡരികിലെ വാഹമരത്തിൽ ഇടിക്കുകയായിരുന്നു. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരിച്ച പരംചേത്രിയുടെയും ഹർഷവർദ്ധന്റെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KPCC പുനഃസംഘടന, KPCC പ്രസിഡന്റ് ആരാവണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് AICC ആണെന്ന് മന്ത്രി AP അനിൽകുമാർ. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുന്നുവോ അത് അംഗീകരിക്കുമെന്നും മന്ത്രി കാസർഗോഡ് പറഞ്ഞു. KPCC എപ്പോൾ മാറ്റണം, പുതിയ പ്രസിഡന്റ് ആരാവണം എന്നൊക്കെ തീരുമാനിക്കേണ്ട AICC ആണ്. അപ്പോൾ AICC ആ തീരുമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആലോചനകളും കാര്യങ്ങളും നടത്തി ആ തീരുമാനം പറയും. അപ്പൊ അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ KPCC കീഴിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റുക. DCCയുമായി ബന്ധപ്പെട്ട കാര്യം, മണ്ഡലം കമ്മിറ്റി ബന്ധപ്പെട്ട കാര്യം, ബ്ലോക്ക് കമ്മിറ്റി ബന്ധപ്പെട്ട കാര്യം ഞങ്ങൾ പറയും. KPCCയുടെ അവസാന വാക്ക് ഹൈക്കമാൻഡാണ്, AICC ആണ്. അപ്പൊ എപ്പോ വേണം, എങ്ങനെ വേണം എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അറിവും സാങ്കേതിക വിദ്യയുമാണ് യുവജനങ്ങളെ കരുത്തുറ്റതാക്കുന്നതെന്ന് കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രി ശ്രീപദ് യശോ നായിക്. ബാലഗോകുലം ഉത്തര കേരളം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാലഗോകുലം ഉത്തര കേരളം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസഭ കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രി ശ്രീപദ് യശോ നായിക് ഉദ്ഘാടനം ചെയ്തു. In Kasaragod, the beautiful land of harmony, culture and ancient heritage. For the closing ceremony of this annual conference of Balagokulam Uttar Kerala Prantam, coming from Goa, experiencing the spiritual warmth and disciplined environment of this conference feels the coming home. I congratulate Sri Potwal ji, Sri Harishchandra Naik ji and the entire reception team for successfully executing this mega event which has brought together the brightest young minds and the most dedicated mentor of Uttara Kerala. ഉത്തര കേരളം സംസ്ഥാന അധ്യക്ഷൻ M. സത്യൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. C. സദാനന്ദൻ മാസ്റ്റർ MP മുഖ്യാതിഥിയായിരുന്നു. ഉപ്പള കൊണ്ടാവൂർ നിത്യാനന്ദ യോഗാശ്രമം സ്വാമി യോഗാനന്ദ സരസ്വതി അനുഗ്രഹ ഭാഷണം നടത്തി. ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ R. പ്രസന്നകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വർക്കിംഗ് ചെയർമാനും റിട്ടയർഡ് SP-യുമായ ഹരിശ്ചന്ദ്ര നായിക്, ബാലസാഹിതി പ്രകാശൻ ചെയർമാൻ PK വിജയരാഘവൻ, കാഞ്ഞങ്ങാട് ജില്ലാ ബാലസമിതി അധ്യക്ഷ ആര്യനന്ദ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന പൊതുകാര്യദർശി NM സദാനന്ദൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്വാഗത സംഘം അധ്യക്ഷൻ CV പൊതുവാൾ സ്വാഗതവും ജനറൽ കൺവീനർ രാജേന്ദ്ര മൗവാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പ്രതിനിധി സഭയിൽ PM ശ്രീധരൻ മാസ്റ്റർ പ്രമേയം അവതരിപ്പിച്ചു. U. പ്രഭാകരൻ മാസ്റ്റർ, സംസ്ഥാന ഉപാധ്യക്ഷൻ NV പ്രജിത്ത് മാസ്റ്റർ, സംഘടനാ കാര്യദർശി SR കണ്ണൻ എന്നിവർ സംസാരിച്ചു. ബാലഗോകുലം ഉത്തര കേരളം സംസ്ഥാന നിർവാഹക സമിതി U. പ്രഭാകരനെ അധ്യക്ഷനായും
വി ശ്രീകുമാരൻ മാസ്റ്റർ, പി എം ശ്രീധരൻ മാസ്റ്റർ, കെ വി കൃഷ്ണൻകുട്ടി എന്നിവരെ ഉപാധ്യക്ഷന്മാരായും, പി പ്രശോഭ് മാസ്റ്ററെ പൊതുകാര്യദർശിയായും, എൻ വി പ്രജിത്ത് മാസ്റ്റർ, ടി പ്രവീൺ എന്നിവരെ കാര്യദർശിമാരായും, എ രാധാകൃഷ്ണനെ ഖജാൻജിയായും, ജയശ്രീ ഗോപി കൃഷ്ണനെ ഭഗിനി പ്രമുഖയായും, കെ കെ സുഭഗ, അശ്വതി രാഗേഷ് എന്നിവരെ സഹഭഗിനി പ്രമുഖരായും, കെ മോഹൻദാസ്, സി കെ ബാലകൃഷ്ണൻ, എ എൻ അജയകുമാർ, എൻ എം സദാനന്ദൻ, വി കെ സുരേന്ദ്രൻ, ഭാർഗവൻ എന്നിവരെ സമിതി അംഗങ്ങളായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ കാസർഗോഡ് സംഘടനാ മണ്ഡലം പ്രശിക്ഷണ മഹാ അഭിയാൻ ദ്വിദിന പഠന ശിബിരം നടന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് വിജയം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല BJP എന്നും 3 പതിറ്റാണ്ടോളം അധികാരത്തിന് പുറത്തായിരുന്നപ്പോഴും പാർട്ടിയിൽ പിളർപ്പുണ്ടാകാതിരുന്നതിന് കാരണം നേതാക്കളും പ്രവർത്തകരും വ്യക്തി താൽപര്യത്തെക്കാൾ പാർട്ടിക്കും രാഷ്ട്രത്തിനും പ്രാധാന്യം നൽകിയതാണെന്നും MT രമേശ് പറഞ്ഞു. भारत माता जय जय बीजेपी जय जय बीजेपी पारु पदागे परक्कु पदागे पारु पदागे परक्कु पदागे वाणिल उयर्न परक्कु पदागे वाणिल उयर्न परक्कु पदागे ധീരന്മാരും ബലിദാനികളാ നിങ്ങൾ കണ്ടൊരു സ്വപ്നങ്ങൾ ഹരിത കുങ്കുമ കമല ലോകത്തിലെ പല രാജ്യങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം നേരിട്ടപ്പോഴും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തു പോലും ഇന്ധനക്ഷാമം ഉണ്ടാകാതിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് സാധിച്ചുവെന്നും കഴിഞ്ഞ 12 വർഷത്തിനിടെ കോടിക്കണക്കിന് ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ മോദി സർക്കാരിന് കഴിഞ്ഞതും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ടുതന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും നടത്തിയിട്ടും BJPക്കെതിരെ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ലെന്നും ദേശീയ തലത്തിൽ ഉണ്ടായ രാഷ്ട്രീയ മാറ്റം വൈകാതെ കേരളത്തിലും പ്രതിഫലിക്കുമെന്നും MT രമേശ് കൂട്ടിച്ചേർത്തു. ആ പാർട്ടി ഉണ്ടാക്കിയ മമതാ ബാനർജി ആ പാർട്ടിക്ക് പുറത്താണ്. പാർട്ടിയുടെ ഓഫീസിലേക്ക് അനുബന്ധന്മാർ കൈകാര്യം കഴിഞ്ഞു. MP മാരെല്ലാവരും രാജിവെച്ചു. പകുതിയിലേറെ MLA രാജിവെച്ചു. പാർട്ടി ചിഹ്ന ഭിന്നമായി പോവുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് ആ പാർട്ടികളും BJPയും തമ്മിലുള്ള വ്യത്യാസമുണ്ടാകും. ആ വ്യത്യാസമാണ് ഭാരതീയ ജനതാ പാർട്ടി തിരഞ്ഞെടുപ്പുകളെ മാത്രം ലക്ഷ്യപ്പെട്ടുകൊണ്ടുള്ള പാർട്ടിയല്ല. നമ്മുടെ പാർട്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ജനവിശ്വാസം ആർജിക്കുന്ന പാർട്ടിയാണ്. ആ ജനവിശ്വാസം കൃത്രിമമായി ഉണ്ടാകേണ്ടതല്ല. ജനവിശ്വാസം സത്യസന്ധമായി ജനങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെ ജനങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരുന്നത്. പുളിക്കൂർ ശ്രീ മഹാദേവ സഭാഭവനിൽ നടന്ന പഠന ശിബിരത്തിൽ BJP മണ്ഡലം പ്രസിഡന്റ് ഗുരുപ്രസാദ് പ്രഭു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, സംസ്ഥാന കമ്മിറ്റി അംഗം സവിത ടീച്ചർ, ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് P രമേശ്, ജില്ലാ സെക്രട്ടറിമാരായ പുഷ്പ ഗോപാലൻ, പ്രമീള മജൽ, ജില്ലാ ട്രഷറർ വീണ അരുൺ ഷെട്ടി, ജില്ലാ സെൽ കോർഡിനേറ്റർ സുകുമാർ കുദ്രേപ്പാടി, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ N സതീഷ്, ഹരീഷ് നാരമ്പാടി, മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീധര കുഡ്ലു, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അനിത നായിക്, മണ്ഡലം ട്രഷറർ ഹരീഷ് KR, മധുർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ്ഞാനി ഷാൻബാഗ്, ഷീന ഷെട്ടി ഗജെ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വരദരാജപ്പയ്യയുടെ 58ാം രക്തസാക്ഷി ദിനം കാസർഗോഡ് സമുചിതമായി ആചരിച്ചു. കാസർഗോഡ് നഗരത്തിൽ രാവിലെ 7 മണിക്ക് പതാക ഉയർത്തലും അനുസ്മരണവും നടന്നു. ജോലി സ്ഥിരതയ്ക്കും കൂലി വർധനയ്ക്കും വേണ്ടി കാസർഗോഡ് തൊഴിലാളികൾ നടത്തിയ സമരത്തിൽ രക്തസാക്ഷിത്വം വരിച്ച വരദരാജപ്പയ്യയുടെ 58ാം രക്തസാക്ഷി ദിനം ആചരിച്ചു. കാസർഗോഡ് നഗരത്തിൽ രാവിലെ CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. അവരാണ്
ജില്ലാ ജനറൽ സെക്രട്ടറി പി മണിമോഹൻ, ഗിരികൃഷ്ണൻ, പി ജാനകി, AR ധന്യവാദ്, A നാരായണൻ എന്നിവർ സംസാരിച്ചു. കെ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. പഴയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് വരെ പ്രകടനം നടത്തി. വൈകിട്ട് ചെർക്കളയിൽ അനുസ്മരണ സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. A നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഗിരികൃഷ്ണൻ, മാധവൻ മണിയറ, AR ധന്യവാദ്, പി ജാനകി എന്നിവർ സംസാരിച്ചു. കെ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കറന്തക്കാട് ദേശീയപാതയിൽ കൂട്ടവാഹനാപകടം. 2 കാറുകൾ തകർന്നു. വൻ ദുരന്തം തന്നെ സംഭവിച്ചേക്കാമായിരുന്ന അപകടത്തിൽ നിന്നും യാത്രക്കാരെല്ലാം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഞായറാഴ്ച രാത്രി 12 മണിയോടെ ദേശീയപാത സർവീസ് റോഡ് മധൂർ റോഡ് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. മധൂർ ഭാഗത്തു നിന്നും സർവീസ് റോഡിലേക്ക് കയറി വന്ന എക്സ്പ്രസോ കാറിനെ വെട്ടിക്കുവാൻ ശ്രമിച്ചപ്പോൾ കാറിന്റെ ബോണറ്റിൽ തട്ടി മംഗലാപുരം ഭാഗത്തു നിന്നും വരികയായിരുന്ന ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. തലകീഴായി മറിഞ്ഞ ഇന്നോവ ഏകദേശം 300 മീറ്ററോളം മുന്നോട്ടു പോയാണ് നിന്നത്. എക്സ്പ്രസോ കാറിലുണ്ടായിരുന്ന 2 സ്ത്രീകളും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. ഉടൻ തന്നെ ഫയർഫോഴ്സും സംഭവസ്ഥലത്തെത്തി. ഇന്നോവയിലെ യാത്രക്കാരായ 2 യുവാക്കളെയും ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബ് അംഗങ്ങളായ മജീദ് ബെണ്ടിച്ചാലും CT മുസ്തഫയും ക്ലബ്ബ് ആംബുലൻസിൽ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലെത്തിച്ചു. അവിടെ നിന്നും പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ഇവരെ കാഞ്ഞങ്ങാട് കൊണ്ടുപോയി. അപകടത്തെ തുടർന്ന് ദേശീയപാത സർവീസ് റോഡിലെ ഗതാഗതം അല്പസമയത്തേക്ക് തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി അപകടത്തിൽപ്പെട്ട കാറുകളെ റോഡിൽ നിന്നും മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കറന്തക്കാട് ജംഗ്ഷനിൽ റോഡ് അപകടം സ്ഥിര സംഭവമായി മാറുകയാണ്. മധൂർ റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്കും അവിടെ നിന്നും തിരിച്ചും വരുന്നത് ഇരുവശത്തുമുള്ള സർവീസ് റോഡിനെ ബന്ധിപ്പിക്കുന്ന നേർപാതയിലാണ്. വാഹനങ്ങൾ അശ്രദ്ധയോടെ മുന്നോട്ടെടുക്കുമ്പോൾ ഇവിടെ അപകടം പതിവാകുന്നു. മംഗലാപുരം ഭാഗത്തു നിന്നും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എക്സിറ്റ് പോയിന്റിലിറങ്ങി പലപ്പോഴും അമിത വേഗതയിലാണ് വരുന്നത്. മധൂർ റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങളുടെ ചെറിയൊരു അശ്രദ്ധ മതി ഇവിടെ വൻ ദുരന്തങ്ങൾ സംഭവിക്കാൻ. അതുകൊണ്ട് തന്നെ റോഡിന്റെ ഇരുവശത്തും സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്ന് ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരി ഭാരവാഹികളായ ഷാഫി നാലപ്പാട്, ഷാഫി എ നെല്ലിക്കുന്ന്, CT മുസ്തഫ എന്നിവർ അധികൃതരോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ KSRTC ബസ്സിന് സ്വീകരണം നൽകി. സ്കൂളിന് സമീപത്ത് KSRTC ബസ്സിന് ലിമിറ്റഡ് സ്റ്റോപ്പ് അനുവദിച്ചതിന്റെ ഭാഗമായാണ് വിപുലമായ സ്വീകരണവും മധുര പലഹാര വിതരണവും സംഘടിപ്പിച്ചത്. വളരെ കാലത്തെ വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ KSRTC ബസ്സിന് ലിമിറ്റഡ് സ്റ്റോപ്പ് അനുവദിച്ചതിൻ്റെ ഭാഗമായി വിപുലമായ സ്വീകരണവും മധുരപലഹാര വിതരണവും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഏറെ ഉപകാരപ്രദമാകുന്ന ഈ നേട്ടത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ സ്കൂൾ മാനേജരും മുൻ മന്ത്രിയുമായ CT അഹമ്മദ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഗവൺമെൻറ്റിലെ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ അദ്ദേഹത്തെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളായ ജമാഅത്ത് സെക്രട്ടറി നമ്മുടെ ബദ്രുൽ മുനീർ സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ അമീർ പാലോത്ത്, ഞങ്ങൾ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്ത് നൽകുകയും അദ്ദേഹം അത് ഏറ്റവും നല്ല സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് അവിടെ വെച്ച് തന്നെ കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ MDക്ക് നിർദ്ദേശം നൽകുകയും ഇന്ന് തന്നെ വൈകുന്നേരത്തിന് മുമ്പ് ഇതിൻ്റെ സ്റ്റോപ്പ് അനുവദിച്ചുള്ള ഉത്തരവിൻ്റെ വിവരം ഞങ്ങളെ അറിയിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് തന്നെ വൈകുന്നേരത്തിന് മുമ്പായി ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിറക്കി ഞങ്ങളെ അറിയിക്കുകയും അതുപോലെ വളരെ സന്തോഷത്തോടു കൂടി ബഹുമാന്യനായ CP ജോൺ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ സ്കൂളിനോട് കാണിച്ച ആ നല്ല സമീപനത്തിന് 1000 നന്ദി അദ്ദേഹത്തോട് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെയും സ്കൂൾ കമ്മിറ്റിയുടെയും എല്ലാം പേരിൽ നേർന്നുകൊണ്ട്
ആ സമയത്ത് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന KSRTC ബസ്സിലെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഒപ്പം യാത്രക്കാർക്കും മധുരമായി ലഡു വിതരണം ചെയ്തുകൊണ്ടാണ് സ്കൂൾ അധികൃതരും നാട്ടുകാരും ഈ തീരുമാനത്തെ വരവേറ്റത്. ചടങ്ങിൽ ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബദറുൽ മുനീർ, ട്രഷറർ മുസ്തഫ CM, സ്കൂൾ കൺവീനർ റഫീഖ് CH, ജമാഅത്ത് സെക്രട്ടറി CH സാജു, PTA ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളായ അബ്ദുല്ല PM, അൻവർ ഷംനാട്, PTA വൈസ് പ്രസിഡന്റ് ജലീൽ പാലോത്ത്, അംഗം ഫെമിന എന്നിവരും സ്കൂൾ പ്രിൻസിപ്പൽ ജിജി തോമസ്, ഹെഡ്മാസ്റ്റർ വിജയൻ K എന്നിവരും അധ്യാപകരും പരിപാടിയിൽ സംബന്ധിച്ചു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ്. കാരണം വളരെ വർഷക്കാലമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലം അല്ലെങ്കിൽ ഒരു ഉദ്യമമായിരുന്നു ഈ ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുമ്പിൽ ഒരു KSRTC ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിന് ഒരു സ്റ്റോപ്പ് അനുവദിക്കുക എന്നുള്ളത്. കാരണം ഏകദേശം 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. അവിടെ നിന്നും ധാരാളം കുട്ടികൾ KSRTC ആശ്രയിച്ചാണ് സ്കൂളിലേക്ക് എത്തുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. അതായത് വീതി കുറഞ്ഞ ഈ ബസ് സ്റ്റോപ്പിന് മുണ്ടാകൽ ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് കുട്ടികൾക്ക് ബസ്സിൽ കയറി യാത്ര ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെ വിശാലമായ ഈ സ്കൂളിൻ്റെ മുമ്പിൽ ഉള്ള ഈ സൗകര്യപ്രദമായ ഈ സ്ഥലത്ത് വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഒരു KSRTCക്ക് പ്രത്യേകിച്ച് ലിമിറ്റഡ് ബസ്സുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ച് കിട്ടിയ ഈ നല്ല ഒരു തീരുമാനം സർക്കാരിന് നല്ലൊരു തീരുമാനം എടുക്കാൻ സർക്കാരിന് സാധിച്ചു. പ്രത്യേകിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ സാറിന് ഈ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചു. പ്രത്യേകം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UDF സർക്കാർ നടപ്പാക്കിയ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായത്തെയും തൊഴിലാളികളെയും വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നതെന്ന് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ വാർഷിക സമ്മേളനം AIRTWF അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് CK ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ നടപ്പാക്കിയ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര കേരളത്തിലെ ബസ് വ്യവസായത്തെയും തൊഴിലാളികളെയും അവരുടെ കുടുംബത്തെയും വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നതെന്ന് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ വാർഷിക സമ്മേളനം അഭിപ്രായപ്പെട്ടു. സ്വകാര്യ ബസ് വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതിന് നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ധനവില വർധനവ് മൂലം ബസ് വ്യവസായം നിർത്തലാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ മോട്ടോർ വാഹന നിയമ ഭേദഗതി പിൻവലിക്കുക, ലേബർ കോഡ് ഒഴിവാക്കുക, ബസ് സ്റ്റാൻഡുകളിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. AIRTWF അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് CK ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാചകവാതകത്തിൻ്റെ വില വർധന, എണ്ണയുടെ വില വർധന, CNGയുടെ വില വർധന, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധന, ഇതുണ്ടാക്കുന്ന സമ്പദ്ഘടനയുടെ പ്രത്യാഘാതം എന്നുള്ള നിലയിൽ ഇന്ത്യയിലടക്കമുണ്ടായിട്ടുള്ള പണപ്പെരുപ്പത്തിൻ്റെ ഭാഗമായി രൂപയുടെ മൂല്യക്കുറവിൻ്റെ പ്രത്യാഘാതമായി നാം വാങ്ങുന്ന സാധന വിലയുടെ കയറ്റം എല്ലാം കൂടി ഒരു തൊഴിലാളികളെ വല്ലാത്ത പരുവത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വരുമാനം കുറയുകയാണ്, മറുഭാഗത്ത് ചെലവ് കൂടുകയാണ്. രൂപയുടെ മൂല്യം കുറയുക എന്ന് പറഞ്ഞാൽ ഇന്നലെ വാങ്ങിയ സാധനം അതേ അളവിൽ ഇന്ന് അതേ തുകയ്ക്ക് കിട്ടാതെ വരിക എന്നതാണ്. എൻ്റെ കൂലി 100 രൂപയാണ്. ഇപ്പോൾ രൂപയുടെ മൂല്യം 100ഓളം താഴുക എന്ന് പറഞ്ഞാൽ ഇന്ന് അതേ സാധനം വാങ്ങണമെങ്കിൽ 120 രൂപ വേണം. 5 കിലോ അരി, 1/2 കിലോ പഞ്ചസാര എന്ന കണക്കിലെടുത്തു കഴിഞ്ഞാൽ പോലും 20% വർധനവുണ്ടാകുമ്പോൾ എൻ്റെ കൂലി അതിനനുസരിച്ച് കൂടിയില്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യാഘാതം എൻ്റെ കൂലി വെട്ടിക്കുറയ്ക്കുന്നതിന് സമാനമാണ്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ, യൂണിയൻ സംസ്ഥാന സെക്രട്ടറി KK കലേശൻ, ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ, K രവീന്ദ്രൻ, കാറ്റാടി കുമാരൻ, T ബാബു, KV രാഘവൻ, AR ധന്യവാദ്, K പ്രഭാകരൻ, പ്രശാന്ത് കരിച്ചേരി, രാജൻ കരിച്ചേരി, K പ്രദീപൻ, N നാരായണൻ, സത്യജിത്ത് പെരിയ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി മാധവൻ മണിയറയെ പ്രസിഡന്റായും അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, പ്രശാന്ത് കരിച്ചേരി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ഗിരികൃഷ്ണനെ സെക്രട്ടറിയായും രാജൻ കരിച്ചേരി, പ്രദീപൻ ചെറുവത്തൂർ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും
കെ പ്രഭാകരനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് താലൂക്ക് NSS കരയോഗ യൂണിയൻ NSS ഹ്യൂമൻ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ SSLC +2 വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. കണ്ണൂർ ക്രൈംബ്രാഞ്ച് DYSP CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് താലൂക്ക് NSS കരയോഗ യൂണിയൻ NSS ഹ്യൂമൻ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ SSLC +2 വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. കണ്ണൂർ ക്രൈംബ്രാഞ്ച് DYSP CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് പരിചയമുള്ളവരെ കൂടി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി കണ്ടെത്തിയിട്ട് അവരെ ആ സ്വഭാവത്തിൽ നിന്നും മുക്തരാക്കുമ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥത്തിൽ ജീവിതം അർത്ഥപൂർണമാകുന്നത്. അപ്പോൾ അത്തരമൊരു സ്വയം നിശ്ചയം, ഒരു നിശ്ചയദാർഢ്യം നമ്മൾ കൈക്കൊള്ളണം. അതിന് നമ്മൾ ചെയ്യേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഈ ലഹരി ഇത്രയും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പടർന്ന് പന്തലിക്കാനുള്ള ഒരു കാരണം ഉണ്ടായത് എന്ന് നമ്മളായിരിക്കും. കാസർഗോഡ് താലൂക്ക് NSS കരയോഗ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. സുഭാഷ് വനശ്രീ വ്യക്തിത്വ വികസന ക്ലാസും കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലെ സൈബർ ക്രൈം വിഭാഗം സബ് ഇൻസ്പെക്ടർ രവീന്ദ്രൻ മടിക്കൈ സൈബർ സുരക്ഷാ ക്ലാസും എടുത്തു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് നിർമ്മൽ കുമാർ കാടകം മോഡറേറ്റർ ആയിരുന്നു. NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് ഭാസ്കരൻ നായർ, വനിതാ വിഭാഗം പ്രസിഡന്റ് സ്മിത ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. യൂണിയൻ സെക്രട്ടറി E അരവിന്ദാക്ഷൻ സ്വാഗതവും NSS ഇൻസ്പെക്ടർ T സുധീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ നേരിട്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുമായി ചെങ്കള ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാർഡ് തലങ്ങളിൽ ഘട്ടം ഘട്ടമായി നടത്തുന്ന ഗ്രാമസഭകളുടെ ഭാഗമായി 5-ാം വാർഡ് ഗ്രാമസഭ നാരമ്പാടി ഫാത്തിമ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട് ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ നേരിട്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുമായി ചെങ്കള ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാർഡ് തലങ്ങളിൽ ഘട്ടം ഘട്ടമായി നടത്തുന്ന ഗ്രാമസഭകളുടെ ഭാഗമായി 5-ാം വാർഡ് ഗ്രാമസഭ നാരമ്പാടി ഫാത്തിമ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട് ഗ്രാമസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ ഓരോ പൗരനും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ലഭിക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും ഇതിനായി ഗ്രാമസഭകളിലൂടെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ നേരിട്ട് ജനങ്ങളുടെ സമീപത്തേക്ക് എത്തിക്കുകയാണെന്നും പൊതുജനങ്ങൾ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ തെറ്റായ സന്ദേശങ്ങളും പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് എത്തിക്കുന്നതും എങ്ങനെയാണ് ആവേശിക്കേണ്ടതും ഒക്കെയുള്ള സന്ദേശവുമായി ഈ വാർഡിലെ ഗ്രാമസഭാംഗങ്ങൾക്ക് നേരിട്ടറിയുന്നതിന് വേണ്ടി പ്രത്യേകമായി പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനത്തിലെ ഓരോ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ടുവരുന്ന ഈ ഗ്രാമസഭ പ്രത്യേകതയാണ്. ഗ്രാമസഭയിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ പ്രധാന പദ്ധതികളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകി. കൃഷി ഓഫീസർ സുമ കാർഷിക വകുപ്പിൽ നിന്നും ലഭിക്കുന്ന സബ്സിഡികളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് വിശദീകരിച്ചു. ആരോഗ്യ വകുപ്പിലെ തസ്നീം സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ പദ്ധതികളെക്കുറിച്ചും പകർച്ചവ്യാധികൾക്കെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളെക്കുറിച്ചും ഗ്രാമവാസികൾക്ക് ബോധവൽക്കരണം നൽകി. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാസ്മിൻ കബീർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്തകുമാരി ടീച്ചർ, കുടുംബശ്രീ പ്രസിഡന്റ് സക്കീന CA, പ്രാദേശിക വാർഡംഗം ആയിഷത്ത് മിസ്രിയ തുടങ്ങിയവർ വിവിധ ജനക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പിനെക്കുറിച്ച് സഭയിൽ വിശദീകരിച്ചു. കുടുംബങ്ങൾക്ക് നമ്മൾ ഈ പ്രശ്ന പദ്ധതികളാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. SC കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക്, ST കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക്, പിന്നെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും, പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി. കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തവർക്ക് പഠനമുറി ആയാലും വാട്ടർ ടാങ്ക് കൊടുത്തവർക്ക് വീണ്ടും കൊടുക്കുന്നില്ല. അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ മറ്റു പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി, മുറ്റത്തൊരു മീൻതോട്ടം, ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ, കോക്ലിയർ ഇംപ്ലാന്റേഷൻ മെയിൻ്റനൻസ്, ഭവന പുനരുദ്ധാരണം, ഹൗസ് റിപ്പയർ, കറവ പശുവിന് കാലിത്തീറ്റ, മുട്ടത്തൊഴി വിതരണം വനിതകൾക്ക്. ഇത്രയും പ്രൊജക്റ്റുകളാണ് നമ്മൾ ഇപ്രാവശ്യം വെച്ചിട്ടുള്ളത്.
പങ്കെടുത്ത പൊതുജനങ്ങൾ തങ്ങളുടെ സംശയങ്ങളും പ്രശ്നങ്ങളും ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അനുയോജ്യമായ പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. ഫാത്തിമ സ്കൂൾ HM സിസ്റ്റർ പ്രസില്ല, ഹരീഷ് നാരമ്പാടി, വിജയൻ നായർ, അലി CH, ആശാവർക്കർമാർ, കുടുംബശ്രീ ഭാരവാഹികൾ, ഹരിത കർമ്മസേനാ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുളിഞ്ച ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 1 മില്യൺ തൂഫാൻ ഗോൾസ് പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിലും സമൂഹത്തിലും ലഹരി വസ്തുക്കൾക്കെതിരായ അവബോധം വളർത്തുന്നതിനും ഫുട്ബോളിനോടുള്ള ജനങ്ങളുടെ താൽപര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുളിഞ്ച ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 1 മില്യൺ തൂഫാൻ ഗോൾസ് പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിലും സമൂഹത്തിലും ലഹരി വസ്തുക്കൾക്കെതിരായ അവബോധം വളർത്തുന്നതിനും ഫുട്ബോളിനോടുള്ള ജനങ്ങളുടെ താൽപര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈഫുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സൈഫുള്ള തങ്ങൾ അവർ ഉദ്ഘാടനം ചെയ്തു. ഗോളടിച്ചാണ് അദ്ദേഹം പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത്. വിദ്യാർത്ഥികളിലും സമൂഹത്തിലും ലഹരി വസ്തുക്കൾക്കെതിരായ അവബോധം വളർത്തുന്നതിനും ഫുട്ബോളിനോടുള്ള ജനങ്ങളുടെ താൽപര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിച്ച മികച്ച സംരംഭമാണിതെന്ന് സൈഫുള്ള തങ്ങൾ അഭിപ്രായപ്പെട്ടു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോൾഡൻ അബ്ദുൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. കായിക പ്രവർത്തനങ്ങൾ, സർഗാത്മക പരിപാടികൾ, വിവിധ ശില്പശാലകൾ എന്നിവയിലൂടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലഹരിയിൽ നിന്നും അകറ്റി നിർത്തുവാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനായി തൂഫാൻ പോലെയുള്ള പരിപാടികൾ നല്ലൊരു സമൂഹം രൂപപ്പെടുത്തുവാൻ സഹായകരമാകട്ടെയെന്നും ആശംസിച്ചു. മഞ്ചേശ്വരത്തെ MBBS വിദ്യാർത്ഥിനി ഷൈഖുന്നിസ, സീനിയർ അധ്യാപകൻ റിയാസ് MS, അബ്ദുൽ ബഷീർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അധ്യാപകരായ ആയിഷത്ത് സൈനാസ്, അനു കൃഷ്ണ, ഐശ്വര്യ, കമലെ ലഹമ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രധാനാധ്യാപിക ചിത്രാവതി ചിഗുറുപ്പാതെ സ്വാഗതം പറഞ്ഞു. അധ്യാപിക ധന്യ PV നന്ദി പറഞ്ഞു. അധ്യാപിക രേഷ്മ പരിപാടിക്ക് അവതാരകയായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഡിഗ്രി പഠനത്തോടൊപ്പം IAS ഉത്തര കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പരിവർത്തനാത്മകമായ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ച് കുണിയ എഡ്യു കോൺക്ലേവ് 2026 പ്രൗഢോജ്വലമായി ആരംഭിച്ചു. മുൻ കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി അനിൽ സ്വരൂപ് ഉദ്ഘാടനം ചെയ്തു. ഉത്തര കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ അധ്യായത്തിന് തുടക്കമിട്ട് കുണിയ എഡ്യു കോൺക്ലേവ് 2026. കോൺക്ലേവിന്റെ പ്രധാന ആകർഷണമായ ഡിഗ്രി വിത്ത് IAS സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മുൻ കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി അനിൽ സ്വരൂപ് ഉദ്ഘാടനം ചെയ്തു. ബിരുദ പഠനത്തോടൊപ്പം UPSC, സിവിൽ സർവീസ്, നീറ്റ്, JEE ഉൾപ്പെടെയുള്ള ദേശീയ മത്സര പരീക്ഷകൾക്കായുള്ള പരിശീലനം ഒരേ ക്യാമ്പസിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. അക്കാദമിക മികവിനൊപ്പം സ്വഭാവവും മൂല്യബോധവും നേതൃശേഷിയും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്ന പരിവർത്തനാത്മക വിദ്യാഭ്യാസ മാതൃകയാണ് കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ദർശനം. ഈ ദർശനത്തിന്റെ ഭാഗമായാണ് ഡിഗ്രി വിത്ത് IAS സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം, നേതൃത്വം, പൊതുസേവനം, വ്യക്തിവികസനം, വിദ്യാഭ്യാസത്തിലെ നവീന സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ ദേശീയതല ചർച്ചകളും മുഖ്യപ്രഭാഷണങ്ങളും പാനൽ ചർച്ചകളും കോൺക്ലേവിന്റെ ഭാഗമായി നടന്നു. കുണിയ IAS അക്കാദമി ഡയറക്ടർ ഡോക്ടർ സാജിദ് അലി അധ്യക്ഷത വഹിച്ചു. കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ഡോക്ടർ PS ലക്ഷ്മിഭായ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ V സന്തോഷ് എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ വിദഗ്ധർ, പ്രിൻസിപ്പൽമാർ, പ്രഥമാധ്യാപകർ, അക്കാദമിക് നേതാക്കൾ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുത്തു. ഡിഗ്രി വിത്ത് IAS ഇൻ്റഗ്രേറ്റഡ് റെസിഡൻഷ്യൽ പ്രോഗ്രാമിന്റെ ലോഞ്ചിംഗ് ചടങ്ങിൽ മന്ത്രി TC സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരംഭിച്ച ഈ സംരംഭം വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയ മന്ത്രി ക്യാമ്പസിൽ മാതൃകാ കൃഷിയിടം ആരംഭിക്കാനും ഭാവിയിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ കോഴ്സുകൾ തുടങ്ങാനും നിർദ്ദേശിച്ചു. കുണിയ IAS അക്കാദമി ഡയറക്ടർ ഡോക്ടർ സാജിദ് അലി അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഫൈസൽ, സാജിദ് മൊവൽ, MC പ്രഭാകരൻ, കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ഡോക്ടർ PS ലക്ഷ്മിഭായ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ V സന്തോഷ് എന്നിവർ സംസാരിച്ചു.
the launch of the IAS Academy here. Friends, I'm so glad that this effort is being made to educate children to become civil servants. But what I'm going to talk about today is that in order to become a civil servant, you have to become a good individual. You have to become a competent individual. And my friends, as you would all know, lakhs and lakhs of people appear for civil service and only a very small number qualifies. And many of those who appear for civil service ask me, sir, what should be my plan B? Because 99% of people who appear require a plan B because they're not going to qualify. So I'm going to talk about prepare for civil service. Now listen to this very carefully, and this is addressed to the principals of the schools, to the students and to parents. Friends, I have come to believe through personal experience and experience of guiding those that are appearing for the civil service examination. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരിടവേള. രാവണേശ്വരം വള്ളിവാണിയ തറവാട് ജനറൽ ബോർഡ് യോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. അനുമോദന ചടങ്ങും നടത്തി. രാവണേശ്വരം വള്ളിവാണിയ തറവാട് ജനറൽ ബോർഡ് യോഗവും കുടുംബസംഗമവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. എൻവയോൺമെന്റൽ സയൻസിൽ PhD നേടിയ ഡോക്ടർ അഞ്ജലി നാരായണൻ ബേത്തലം ബന്തെടുക്ക ഡ്രിപ്പ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച നാഷണൽ ഫെഡറേഷൻ കപ്പിൽ സിൽവർ മെഡൽ നേടിയ അഭിനവ് SLC +2 LSS NMMS തുടങ്ങിയ പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. എല്ലാ അനുഗ്രഹങ്ങളും ഈ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് അവർക്ക് ഭാവിയിലുള്ള പഠനത്തിന് അവർക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും തുടർന്നങ്ങോട്ട് നമ്മുടെ പൈതൃകവും നമ്മുടെ തറവാടിന്റെ മഹിമയും പാരമ്പര്യമായിട്ട് അവർക്ക് ലഭ്യമാകട്ടെ. ഇനി തലമുറ കൈമാറി ഈ തറവാടിന്റെ വള്ളിവാണി തറവാടിന്റെ മഹത്വം അവരിലൂടെ പറക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജനറൽ ബോർഡ് യോഗത്തിലും കുടുംബസംഗമത്തിലും വെച്ച് തറവാട്ടിൽ നടന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവ ചടങ്ങിന്റെയും തറവാട് നിർമ്മാണത്തിന്റെയും വരവ് ചിലവ് കണക്ക് അവതരിപ്പിക്കലും കമ്മിറ്റി പിരിച്ചുവിടലും നടന്നു. മുതിർന്ന തറവാട്ടംഗം കുഞ്ഞമ്മ ബേപ്പ ഭദ്രദീപം കൊളുത്തി. തറവാട് സെക്രട്ടറി കൃഷ്ണൻ മാസ്റ്റർ കാഞ്ഞങ്ങാട് പരിപാടികൾ വിശദീകരിച്ചു. ചെയർമാൻ നവീൻ കുമാർ മുതിയക്കാൽ അധ്യക്ഷത വഹിച്ചു. ഗൾഫ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ കുണ്ടംകുഴി നന്ദിയർപ്പിച്ച് സംസാരിച്ചു. തറവാടിന്റെ പുതിയ കമ്മിറ്റി ഭാരവാഹികളായി ബാലചന്ദ്രൻ ബേപ്പിനെ പ്രസിഡന്റായും കൃഷ്ണൻ മാസ്റ്റർ കാഞ്ഞങ്ങാടിനെ സെക്രട്ടറിയായും പവിത്രൻ നമ്പിടിപ്പള്ളത്തെ ട്രഷററായും മുരളീധരൻ ചിത്താരി അജിത് കിക്കാനം എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും രാജൻ കണിങ്ങോത്ത് ഉണ്ണികൃഷ്ണൻ അപ്പാട്ടിവളപ്പ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തു. വനിതാ കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റായി അനിത പള്ളോട്ട്, സെക്രട്ടറിയായി സാവിത്രി ബാര, ട്രഷററായി രാഗിണി എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചിത്താരി സർവീസ് സഹകരണ ബാങ്ക് ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ആരവത്തിന്റെ ഭാഗമായി ചിത്താരി സർവീസ് സഹകരണ ബാങ്ക് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ ഉദ്ഘാടനം ചെയ്തു. ഇതുവരെ ഫുട്ബോൾ രംഗത്ത് വേൾഡ് കപ്പിന്റെ രീതിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇന്ത്യ ഉൾപ്പെടുന്ന കേരളത്തിലൊക്കെ എന്ന് വെച്ചാൽ ഇഷ്ട രാജ്യങ്ങളുടെ ഫുട്ബോൾ കളികളിൽ ഏറ്റവും മികവ് പുലർത്തുന്ന രാജ്യങ്ങളുടെ ഫ്ലക്സുകൾ ഉയർത്തിക്കൊണ്ട് ആവേശഭരിതരായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ ആ കളികളെയൊക്കെ സ്വീകരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ കളിക്ക് വന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് പണ്ടൊക്കെ പുരുഷന്മാരും കുട്ടികളും മാത്രമാണ് ഇങ്ങനെ ഉറക്കൊഴിച്ചും ഒന്നരക്കത്തെയും മൂന്നരക്കത്തെയും കളികൾ കണ്ടുകൊണ്ടിരുന്നത്, കളിക്കാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായിട്ട് ഇന്ന് നമ്മുടെ വനിതകളടക്കം സ്ത്രീകളടക്കം ഒന്നരയെന്നോ മൂന്നരയെന്നോ പകലെന്നോ വൈകുന്നേരമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഇഷ്ട താരങ്ങൾ അടങ്ങുന്ന ടീമിന്റെ കളി കാണാൻ ആവേശത്തോടെ രംഗത്തേക്ക് വരുന്ന അല്ലെങ്കിൽ അതിനെ തുനിയുന്ന ഒന്നാണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്.
ബാങ്ക് പ്രസിഡന്റ് എ പവിത്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രതീഷ് വെള്ളംതട്ട, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാവ്യ, പഞ്ചായത്ത് അംഗങ്ങളായ ദീപ പ്രവീൺ, സുധ അശോകൻ, ദീപ വിനോദ്, ഭരണസമിതി അംഗങ്ങളായ എ ബാലൻ, എം മുഹമ്മദ് കുഞ്ഞി, ശ്രീധരൻ, രവി കൊളവയൽ, കുഞ്ഞികൃഷ്ണൻ, പ്രേമ നാരായണൻ, നളിനി, വേണുഗോപാലൻ, പി കൃഷ്ണൻ, ശ്രീജിത്ത്, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വനിതകളുടെയും ഓപ്പൺ വിഭാഗത്തിന്റെയും പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. വാശിയേറിയ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം വീക്ഷിക്കാൻ നിരവധി കാണികൾ രാമഗിരി സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന സമാപന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ സബീഷ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഏതാനും മത്സരങ്ങൾ കഴിഞ്ഞാൽ ആരാവും ഈ വേൾഡ് കപ്പിൽ വിജയിയാവുക എന്നുള്ളത് നമുക്ക് ദിവസങ്ങൾ മാത്രമേ കാത്തു നിൽക്കേണ്ടി വരും. നാളെ പുലർച്ചെ 2 മത്സരമുണ്ട്. അതിനുശേഷം സെമി ഫൈനലാണ് നടക്കാൻ ബാക്കിയുള്ളത്. അപ്പം നാടാകെ ഒരു പന്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് സെക്രട്ടറി കരുണാകരൻ കുന്നത്ത് സ്വാഗതവും മധു കുളവയൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു. മത്സര പരീക്ഷാ വിജയികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. സബ് ജഡ്ജ് ടി കെ മമത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ അനുമോദന സമ്മേളനം നടത്തി. കേരള നിയമസഭയിലേക്ക് കാഞ്ഞങ്ങാട് അസംബ്ലി മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ അംഗം MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നവനീത് മനോജ്, വൃന്ദ പ്രകാശ്, അനന്യ രവീന്ദ്രൻ, ഗായത്രി ദേവി, മരിയ സണ്ണി, സി ശ്രീദേവി, M ദേവന എന്നിവർക്കാണ് ആദരവ് നൽകിയത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് സബ് ജഡ്ജ് ടി കെ മമത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരംഗം MLA എന്ന സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെട്ടതിൻ്റെ നിറവിലാണ് എല്ലാവരും. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായോ അഭിഭാഷകൻ എന്ന നിലയിലോ യാതൊരു പരിചയവുമില്ല. പക്ഷേ കഴിഞ്ഞ 1-2 തവണകളായി എൻ്റെ അടുത്ത് നിങ്ങളുടെ പ്രസിഡന്റും മറ്റ് ഭാരവാഹികളും വന്ന് സംസാരിച്ചതിൽ നിന്നും അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് എന്ന് നമുക്ക് സംശയം കാണാൻ സാധിക്കും. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ ഒരു നിസ്സാരമായ കാര്യമല്ല. ഇന്നത്തെ തലമുറയുടെ എല്ലാവരുടെയും ആവശ്യം അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്. അതേത് രീതിയിലെങ്കിലും അംഗീകരിക്കപ്പെടുക. പക്ഷേ അതിനെല്ലാം മാറ്റി ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച് ഇന്ന് MLA ആയി നമ്മുടെ അഭിഭാഷക സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്ന ശ്രീ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA എല്ലാ ന്യായാധിപരുടെയും പേരിൽ ഞാൻ ആദ്യം തന്നെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി നാരായണൻ അധ്യക്ഷനായി. ഹോസ്ദുർഗ് മുൻസിഫ് MR ദിലീപ്, ഹോസ്ദുർഗ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സെക്കൻഡ് ടി ഫയാസ്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് അബ്ദുൾ റസാഖ്, സീനിയർ അഭിഭാഷകരായ അഡ്വക്കേറ്റ് MC ജോസ്, അഡ്വക്കേറ്റ് MC കുമാരൻ, ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് N വിനോദ് കുമാർ, അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് ഈശ്വര ശർമ്മ എന്നിവർ സംസാരിച്ചു. ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KL മാത്യു സ്വാഗതവും ട്രഷറർ അഡ്വക്കേറ്റ് PK സതീശൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഭാരതീയ ന്യായ സുരക്ഷാ സംഹിത എന്ന വിഷയത്തിൽ മുതിർന്ന അഭിഭാഷകർ K ദിനേഷ് കുമാർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശമ്പള പെൻഷൻ പരിഷ്കരണം 5 വർഷം കൂടുമ്പോൾ തന്നെ നടപ്പിലാക്കണമെന്ന ആവശ്യം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് കൺവെൻഷൻ പടന്നക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് കൺവെൻഷൻ പടന്നക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് PC പ്രസന്ന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തിൽ ഇന്ന് 2019 ആയപ്പോഴേക്കും നമുക്ക് 11,500 രൂപ ബേസിക് പെൻഷനോട് കൂടിയിട്ട് ഏറ്റവും നല്ലൊരു പെൻഷൻ സമ്പ്രദായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ സംഭവിച്ചു, എങ്ങനെ നമ്മൾ ഇവിടെ വരെ എത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ചെറിയൊരു വിവരണം മാത്രമേ പറയുന്നുള്ളൂ, ഒരുപാട് പറയുന്നില്ല. അപ്പോൾ 1992 നമ്മുടെ ഈ സംഘടന രൂപീകൃതമായി. എങ്ങനെ അപ്പോൾ എല്ലാവരും ഈ സെൻട്രൽ ബാനു കമ്മീഷൻ്റെ സമയത്തെല്ലാം കൊണ്ടുപോയിട്ട് നിവേദനങ്ങൾ കൊടുക്കുമ്പം
അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നത് ശ്രീ കെ കരുണാകരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഓരോരാളായിട്ട് ഇത് കൊണ്ടുപോകും. ഈ കൊണ്ടുപോയതെല്ലാം തന്നെ പറയുന്നത് ഞങ്ങൾ ഇന്ന സംഘടനയാണ്, ഞങ്ങളെ ഒരു നിവേദനം. ശമ്പള പെൻഷൻ പരിഷ്കരണം 5 വർഷം കൂടുമ്പോൾ തന്നെ നടപ്പിലാക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, DR കുടിശ്ശിക ഉടൻ ലഭ്യമാക്കുക തുടങ്ങി കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി കെ കരുണാകരൻ സ്വാഗതവും കെ അമ്പാടി നന്ദിയും പറഞ്ഞു. PV നിർമ്മല, കെ രേണുക, ബി പരമേശ്വരൻ, കെ ചന്ദ്രശേഖരൻ, KP കമ്മാരൻ, MK ദാക്ഷായണി, കെ ബാലകൃഷ്ണൻ, TV ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കയ്യാറിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് കവർന്ന 5 പവനോളം സ്വർണം കണ്ടെത്തി. കയ്യാറിലെ ഹോട്ടൽ വ്യാപാരി യൂസഫിന്റെ വീട്ടിൽ നിന്നും കവർച്ച പോയ സ്വർണമാണ് വീടിന് സമീപത്തു നിന്നും കണ്ടെടുത്തത്. സംസ്ഥാന അതിർത്തികളിൽ വ്യാപക കോമ്പിംഗ് ഓപ്പറേഷൻ. 57 വാറന്റ് പ്രതികൾ പിടിയിലായി. കണ്ണൂർ കൂടാളി കുമ്പം ജംഗ്ഷനിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം. ലൈറ്റ് ഡിപ്പ് ചെയ്യാതെ വന്ന കാറിനായി തിരച്ചിൽ. KPCC പുനഃസംഘടന. KPCC പ്രസിഡന്റ് ആരാവണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് AICC ആണെന്ന് മന്ത്രി AP അനിൽകുമാർ. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുന്നുവോ അത് അംഗീകരിക്കുമെന്നും മന്ത്രി. അറിവും സാങ്കേതിക വിദ്യയുമാണ് യുവജനങ്ങളെ കരുത്തുറ്റതാക്കുന്നതെന്ന് കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രി ശ്രീപദ് യശോ നായിക്. ബാലഗോകുലം ഉത്തര കേരളം വാർഷിക സമ്മേളനം സമാപിച്ചു. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ കാസർഗോഡ് സംഘടനാ മണ്ഡലം പ്രശിക്ഷണ മഹാ അഭിയാൻ ദ്വിദിന പഠന ശിബിരം നടന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. വരദരാജപയ്യുടെ 58ാം രക്തസാക്ഷി ദിനം കാസർഗോഡ് സമുചിതമായി ആചരിച്ചു. കാസർഗോഡ് നഗരത്തിൽ പതാക ഉയർത്തലും അനുസ്മരണവും നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.